ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് റിമൈൻഡർ തിയറം ഓഫ് പോളിനോമിയൽസ് ആണ്. അതിൻ്റെ ഡെറിവേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ വീഡിയോ. വളരെ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ റിമൈൻഡർ ഡിവിഡൻഡ് ആൻഡ് ഡിവൈസർ ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ ആണ്. ഇപ്പം നമ്മൾ ഒരു 7 എന്ന് പറഞ്ഞ നമ്പറിനെ 7 എന്ന് പറഞ്ഞാൽ ഡിവിഡൻറ്റിനെ നമ്മൾ ഡിവൈസറായ 2 കൊണ്ട് ഡിവൈസർ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഡിവൈസർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കോഷ്യൻ്റ് ആയിട്ട് 2 3s are 6. ദിസ് ഇസ് അവർ കോഷ്യൻ്റ്. അപ്പോൾ 2 3s are 6 എന്നിട്ട് 7ന് 6 മൈനസ് ചെയ്യുമ്പോൾ 1 ഈസ് ഈക്വൽ ടു ആ റിമൈൻഡർ. അപ്പോൾ ഇനി നമുക്ക് 7 കിട്ടണമെങ്കിൽ നമ്മളെ ഡിവൈസർ എന്ന് പറയുന്നത് 2 ഇൻറ്റു നമ്മളെ കോഷ്യൻ്റ് 3 പ്ലസ് നമ്മളെ റിമൈൻഡർ 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 7 കിട്ടും. 2 ഇൻറ്റു 3 6 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 7. ഇതാണ് നോർമൽ ഡിവിഷനിൽ സംഭവിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് പോളിനോമിയൽസിൻ്റെ കേസിലും. അപ്പോൾ നമ്മൾ ഡിവിഡൻറ്റിന് പകരം fx എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലെറ്റ് fx ബി എനി പോളിനോമിയൽ ഓഫ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ മാത്രം 1 അല്ലെങ്കിൽ 1നേക്കാൾ കൂടുതൽ ഡിഗ്രി വന്നാൽ മാത്രമേ അത് പോളിനോമിയൽ ആവുള്ളൂ. അല്ലെങ്കിൽ അതിൽ വേരിയബിൾസ് ഇല്ല, സോ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഡിഗ്രി എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ആൻഡ് ആൽഫ ബി എനി റിയൽ നമ്പർ ഇഫ് ദ പോളിനോമിയൽ fx ഈസ് ഡിവൈഡഡ് ബൈ ദ ലീനിയർ പോളിനോമിയൽ x മൈനസ് ആൽഫ. ഇനി നമ്മൾ ഡിവൈസർ എന്ന് പറയുന്നത് ഇവിടെ x മൈനസ് ആൽഫ ആണെങ്കിൽ ദെൻ ദ റിമൈൻഡർ ഈസ് എഫ് ഓഫ് ആൽഫ. അപ്പോൾ ഈ ആൽഫ എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ പോളിനോമിയൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡറിൻ്റെ വാല്യൂ കിട്ടും. അത് പ്രൂവ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നോർമലി നമ്മൾ ഡിവിഷനിൽ fx നമ്മളെ പോളിനോമിയൽ fx ഈസ് ഈക്വൽ ടു dx എന്ന് പറയുന്നത് നമ്മളെ ഡിവൈഡർ ഇൻറ്റു ഇതേ ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ qx എന്നുള്ളത് സ്മോൾ ലെറ്റർ തന്നെ എഴുതാം. എല്ലാ പോളിനോമിയൽസിലും നമ്മൾ സ്മോൾ ലെറ്റർ തന്നെ എഴുതി qx പ്ലസ് നമ്മളെ റിമൈൻഡർ എന്ന് പറയുന്നത് rx. ഇതാണ് എല്ലാം പോളിനോമിയൽസ് ആണ്. അപ്പോൾ fx ഇസ് ഈക്വൽ ടു dx എന്ന് പറയുന്നത് ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളെ fx എന്ന് പറയുന്നത് ഇപ്പോൾ 8x ആണെങ്കിൽ 8ൻ്റെ എക്സിൽ 0 വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു എക്സ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 8 എന്ന് തന്നെ കിട്ടും. അപ്പോൾ എന്താ വെച്ചാൽ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ് ഈ വാല്യൂ. ഇത് പോളിനോമിയൽ അല്ല. ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊരു പോളിനോമിയൽ ആവുള്ളൂ. സോ അതാണ് പറയുന്നത് fx ഈസ് ഓൾവേസ് ഇറ്റ്സ് ഡിഗ്രി ഈസ് ഗ്രേറ്റർ ദാൻ 1 ഓർ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയാനുള്ള റീസൺ അതാണ്. അപ്പോൾ നമുക്ക് fxനെ നമ്മൾ ഡിവൈഡ് ചെയ്യണത് x മൈനസ് ആൽഫ എന്ന് പറഞ്ഞ ഡിവൈസർ കൊണ്ടാണെങ്കിൽ ഇതവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇഫ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ എ പോളിനോമിയൽ ഓഫ് x മൈനസ് ആൽഫ. അപ്പം നമുക്കിത് റീപ്ലേസ് ചെയ്ത് എഴുതാം. ഡിവൈസറിന് പകരം x മൈനസ് ആൽഫ ഇൻറ്റു നമുക്ക് കിട്ടുന്ന കോഷ്യൻ്റ് നമുക്ക് എത്രയാണെന്നൊന്നും അറിയില്ല, അതുകൊണ്ട് നമ്മൾ qx തന്നെ എഴുതി. ദെൻ റിമൈൻഡർ വരുന്നത് rx ആണെന്ന് നമ്മൾ എഴുതി. അപ്പോൾ ഇതാണ് നമ്മളെ ഇക്വേഷൻ. fx ഈസ് ഈക്വൽ ടു നമ്മൾ ഡിവൈസറിന് പകരം നമ്മൾ x മൈനസ് ആൽഫ എഴുതി. ദെൻ കോഷ്യൻ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും rx എന്ന് പറയുന്നത് നമ്മളെ റിമൈൻഡർ ആയിരിക്കും. ഇനി നമ്മൾ 2 കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. നമുക്ക് റിമൈൻഡർ 0 അതായത് ഫുള്ളി ഡിവിസിബിൾ ആവണ കണ്ടീഷൻ, ദാറ്റ് ഈസ് കേസ് 1. കേസ് 1ൽ സപ്പോസ് rx ഈസ് ഈക്വൽ ടു 0 അതായത് ഫുള്ളി ഡിവിസിബിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. റിമൈൻഡർ 0 എന്ന് പറഞ്ഞാൽ ഫുള്ളി ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ എക്സ് മൈനസ് ആൽഫ ഈസ് എ ഫാക്ടർ. എക്സ് മൈനസ് ആൽഫ ഒരു ഫാക്ടറാണ്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് റിമൈൻഡർ 0 കിട്ടുക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? fx ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ ഇൻറ്റു qx പ്ലസ് റിമൈൻഡറിന് പകരം 0 എന്ന് റീപ്ലേസ് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം? fx ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ ഇൻറ്റു qx. ഇത്രയേ ഉണ്ടാവുള്ളൂ ഇനി നമ്മളെ ഇക്വേഷൻ. ഇനി നമ്മൾ ഇതിൽ വാല്യൂ നമുക്ക് പറയാണ്, നമ്മൾ തിയറത്തിൽ പറയുന്നുണ്ട് നമ്മളെ റിമൈൻഡർ എന്ന് പറയുന്നത് ആ കണ്ടീഷനിൽ എക്സ് മൈനസ് ആൽഫ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മളെ റിമൈൻഡർ എഫ് ഓഫ് ആൽഫയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷനിൽ എഫ് ഓഫ് ആൽഫ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് എഫിൽ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന് പകരം നമ്മളെ റിയൽ നമ്പർ ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം ഈ എക്സിൻ്റെ പ്ലേസിലെല്ലാം തന്നെ ആൽഫ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ എക്സിന് പകരം നമ്മൾ ആൽഫ യൂസ് ചെയ്യാണ്. സോ ആൽഫ മൈനസ് ആൽഫ ഇൻറ്റു ക്യൂ ആൽഫ എന്ന് വരും.
സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ 0 ഇൻറ്റു ക്യൂ ആൽഫ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ഇറ്റ് സെൽഫ്. അപ്പോൾ റിമൈൻഡർ 0 എന്ന് പറഞ്ഞ കണ്ടീഷനിൽ നമ്മൾ എഫ് ഓഫ് ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0 എന്നാണ് ആൻസർ കിട്ടുന്നത്. അതായത് പോളിനോമിയൽ ഇറ്റ് സെൽഫ് ബിക്കം 0. അതുകൊണ്ട് തന്നെ റിമൈൻഡർ എന്ന് പറയുന്നത് ഇവിടെ ഈക്വൽ ടു എഫ് ഓഫ് ആൽഫയായി. അപ്പോൾ കണ്ടീഷൻ ഫസ്റ്റ് വൺ സാറ്റിസ്ഫൈഡ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് ആൽഫ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന് പകരം ആൽഫേൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0 റിമൈൻഡർ വരുന്ന പോളിനോമിയലിൽ നമുക്ക് എഫ് ഓഫ് ആൽഫേൻ്റെ വാല്യൂ തന്നെ 0 ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി നമ്മൾ നെക്സ്റ്റ് കണ്ടീഷൻ നോക്കുകയാണ്, കേസ് 2. കേസ് 2ൽ നമ്മൾ പറയാണ് RX, അതായത് നമ്മളെ റിമൈൻഡർ നോട്ട് ഈക്വൽ ടു 0 അല്ലാത്തൊരു റിമൈൻഡർ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഡിവിഷൻ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു 7 ഡിവൈഡഡ് ബൈ 3 ചെയ്യുകയാണെങ്കിൽ 3 2s are 6, ദെൻ റിമൈൻഡർ 1 കിട്ടി. ഇതാണ് നമ്മളെ ഡിവൈസർ, ഇതാണ് നമ്മളെ കോഷ്യൻ്റ്, ഇതാണ് നമ്മളെ റിമൈൻഡർ. അപ്പോൾ എല്ലാ സമയത്തും റിമൈൻഡർ ഈസ് ഓൾവേസ് ലെസ് ദാൻ അവർ ഡിവൈസർ ആയിരിക്കും. അതുവരെ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനേക്കാൾ ചെറിയ വാല്യൂ റിമൈൻഡർ വരുന്നവരെ നമ്മൾ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ അർത്ഥം ഇവിടെ ഡിഗ്രി ഓഫ് എക്സ് മൈനസ് ആൽഫ, എക്സ് മൈനസ് ആൽഫ അല്ലെങ്കിൽ നമ്മൾ ഡി എക്സ് എന്ന് തന്നെ പറയാം. ആദ്യം degree of dx is divisor dx is always greater than നമ്മളെ RXനേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും. അതായത് നമുക്ക് റിമൈൻഡർ കിട്ടുന്ന വാല്യൂവിനേക്കാളും എപ്പോഴും കൂടുതലായിരിക്കും ഡിവൈസറിൻ്റെ ഡിഗ്രി. എന്നാൽ മാത്രമല്ലേ നമുക്ക് ചെറിയ റിമൈൻഡർ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് ആൽഫ എന്ന് പറയുന്നത് ലീനിയർ പോളിനോമിയലാണ്. ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 1 ആണ്. അപ്പോൾ RXൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് തീർച്ചയായും ഡിഗ്രി ഓഫ് RX എന്തായിരിക്കണം? ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കണം. പക്ഷേ പോളിനോമിയൽസിൻ്റെ കേസിൽ നെഗറ്റീവ് പവർ വരുന്നില്ല. സോ എക്സിൻ്റെ പവർ 0 ആയിരിക്കും. ദാറ്റ് ഈസ് RX എന്ന് പറയുന്നത് R ഈസ് എ കോൺസ്റ്റൻ്റ് ആയിരിക്കും. എക്സ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 ആണ്. സോ ഏതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ എക്സ് റേസ് ടു 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വീണ്ടും ഒരു കോൺസ്റ്റൻ്റ് ആണ് കിട്ടുക. അപ്പോൾ അഥവാ ഒരു റിമൈൻഡർ ഉണ്ടെങ്കിൽ തന്നെ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും എന്ന് തീർച്ചയായും. അപ്പം നമുക്ക് എന്ത് എഴുതാം? എഫ് എക്സ് ഈസ് ഈക്വൽ ടു, നമുക്ക് എക്സ് മൈനസ് ആൽഫയാണ് നമ്മളെ ഡിവൈസർ, എക്സ് മൈനസ് ആൽഫ ഇൻറ്റു ക്യൂ എക്സ് പ്ലസ്, ഇനി ആർ എക്സ് എന്ന് എഴുതേണ്ട കാര്യമില്ല, ആർ എക്സ് റേസ് ടു 0 ആണ്. സോ ഇറ്റ് ഈസ് ആർ ഈസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. ആറിന് നമുക്ക് റീപ്ലേസ് ചെയ്ത് എഴുതാം. ഇനി ആർ ഉണ്ടെങ്കിൽ നമ്മളിനി എഫ് ഓഫ് ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് കേട്ടോ. എഫ് ഓഫ് ആൽഫ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഗെയിൻ എക്സിന് പകരം ആൽഫ എന്ന് പറഞ്ഞ വാല്യൂ വരും. ആൽഫ മൈനസ് ആൽഫ ഇൻറ്റു ക്യൂ ആൽഫ പ്ലസ് ആർ എന്ന് വന്നു. സോ നമുക്ക് ആൽഫ മൈനസ് ആൽഫ എന്താണ്? 0 ഇൻറ്റു ക്യൂ ആൽഫ പ്ലസ് ആറിന് കിട്ടി. 0 ഇൻറ്റു ക്യൂ ആൽഫ ഈസ് ഈക്വൽ ടു 0 പ്ലസ് ആർ ഇറ്റ് സെൽഫ് ഈസ് ഈക്വൽ ടു ആർ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡിവിഷനിൽ റിമൈൻഡർ ഉണ്ടെന്ന് വെച്ചാൽ തന്നെയും നമ്മൾ എഫ് ഓഫ് ആൽഫ റീപ്ലേസ്, അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആൽഫ റീപ്ലേസ് ചെയ്യുമ്പോൾ ദ പോളിനോമിയൽ ഇറ്റ് സെൽഫ് ബിക്കം ആർ. അപ്പോൾ വീണ്ടും എന്തായി? നമ്മളെ റിമൈൻഡർ എന്ന് പറയുന്നത് എഗെയിൻ എഫ് ഓഫ് ആൽഫ റിമൈൻഡർ ആയി മാറി. അപ്പോൾ ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്? ഏതൊരു കണ്ടീഷനിലും നമ്മൾ എഫ് ഓഫ് ആൽഫ ഈസ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ആൽഫ, അതായത് ഒരു ലീനിയർ പോളിനോമിയലിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അവർ റിമൈൻഡർ വിൽ ബിക്കം, റിമൈൻഡർ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ ഇറ്റ് സെൽഫ്. ഇവിടെ എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു പോളിനോമിയലിനെ നമ്മൾ എക്സ് മൈനസ് ആൽഫ എന്നൊരു ലീനിയർ പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കോഷ്യൻറ്റും കിട്ടും. നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുന്ന വാല്യൂ എപ്പോഴും എക്സിനെ നമ്മൾ ആൽഫ കൊണ്ട്, അതായത് നമ്മളെ റിയൽ നമ്പർ കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും നമ്മളെ റിമൈൻഡർ. അത് 0 ആയിട്ട് വരാം. 0 ആയിട്ട് വരികയാണെങ്കിൽ if റിമൈൻഡർ ഈസ് 0, റിമൈൻഡർ 0 ആണെങ്കിൽ എക്സ് മൈനസ് ആൽഫ ഒരു ഫാക്ടർ ആയിരിക്കും. if റിമൈൻഡർ ഈസ് ഇറ്റ് സെൽഫ് എഫ് ഓഫ് ആൽഫ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ എക്സ് മൈനസ് ആൽഫ
ഈസ് നോട്ട് എ ഫാക്ടർ. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഫാക്ടർ ആവണമെങ്കിൽ റിമൈൻഡർ 0 ആയിട്ട് വരും, ദാറ്റ് ഈസ് എഫ് ഓഫ് ആൽഫ ഇറ്റ് സെൽഫ് 0 ആയിട്ട് വരും, അല്ലെങ്കിൽ എഫ് ഓഫ് ആൽഫയ്ക്ക് ഒരു വാല്യൂ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് ആൽഫ ഒരു ഫാക്ടർ അല്ലാതെയും ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ റിമൈൻഡർ തിയറം. വളരെ ഈസിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി ഇത് ആദ്യം തൊട്ടൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്